ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ കവർ ചെയ്യുന്ന ബട്ടൺ അടിക്കാൻ അറിയാമോ? തുണിയിൽ കവർ ചെയ്ത് അടിക്കാനുള്ള ബട്ടൺ ഇതാണ് അതിൻ്റെ ബട്ടൺ. ഇത് 14 സൈസ് കേട്ടോ. ഇത് നമുക്ക് 14 കൂടുതലും ഡ്രസ്സിനൊക്കെ യൂസ് ചെയ്യണ ഈ 14 കേട്ടോ. പിന്നെ വല്ല ഫ്രോക്കോ വല്ലതൊക്കെ വലിയ ബട്ടണൊക്കെ വേണമെങ്കിൽ 16, 20 അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെയും ചെറുതുണ്ട് 12, 11 അങ്ങനെയൊക്കെ പല സൈസുണ്ട്. നമുക്ക് കൂടുതൽ യൂസ് ചെയ്യണത് 14 കേട്ടോ. ഇതിൻ്റെ ഡൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. എൻ്റെ കയ്യിലുള്ള ഡൈ ഇതാണ്. വേറെ സ്പ്രിങ് ഉള്ള ഡൈ ഉണ്ട്, പക്ഷേ ഇവിടെ അതാണ് കിട്ടുന്നത്. അത് എനിക്ക് അത്ര യൂസ് ചെയ്യാൻ കംഫർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മളിതാണ് ഫാബ്രിക് ബട്ടൺ മേക്കർ മെഷീനാണിത്. ഫാബ്രിക് ബട്ടൺ മേക്കറാണ് ഇത്. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അടിക്കാം. ഇത് എളുപ്പമാണ് കേട്ടോ, ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്കിത് ബട്ടൺ അടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്കിത് ഞങ്ങളിവിടെ 4 ബട്ടൺ അടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ഡ്രസ്സിനാണിത്. ഒരു 4 ബട്ടൺ മതി, പക്ഷേ എന്നാലും ചിലപ്പോൾ ഒന്നുകൂടെ അടിച്ച് വയ്ക്കണം. കാരണം ഒരെണ്ണത്തിൻ്റെ എന്തെങ്കിലും കേടായിപ്പോയോ പിന്നെ അല്ലെങ്കിൽ അപ്പോഴടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബട്ടണിൻ്റെ ഈ 2 ഭാഗങ്ങളാണുള്ളത് കണ്ടോ. ഇതിൻ്റെ രണ്ട് സ്പേസാണുള്ളത്. രണ്ട് ഫേസ് ഉള്ളതിൽ ഇതെടുത്തിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ഈ തുണിയിൽ കവർ ചെയ്യണം. ഈ തുണിയിൽ ഇങ്ങനെ കവർ ചെയ്യണം. നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതിൽ കവർ ചെയ്ത് ഒരു ചിറ്റ് കൊടുക്കണം. ഇങ്ങനെ ഒരു ചിറ്റ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു നൂല് പിടിച്ച് ഒരു കെട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ നൂല് പിടിച്ച് ഒരു നൂലെടുത്തിട്ട് ഇങ്ങനെ ഒരു നൂല് പിടിച്ച് ഒരു കെട്ട് കൊടുക്കണം. നല്ലൊരു കെട്ട് കൊടുക്കണം, അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടി. എന്നിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ഈ ഭാഗം ഒരു അല്പം തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യണം. തയ്യൽ തുമ്പ് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഈ ബട്ടൺ അടിക്കുമ്പോൾ ഇതിൻ്റെ അടപ്പിൽ അകത്തിറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഭാഗം എടുത്തു അല്ലേ, ഇതിൻ്റെ ഈ ഭാഗം എടുത്തു. ഇതിനെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു. നേരെ ഇടണം. നേരെ ഇട്ടിട്ട് നമ്മൾ ഈ അടിച്ച് വെച്ച ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടൺ എടുത്തിട്ട് നമ്മളിതിനെ അടച്ച് ഇതിലിങ്ങനെ വെക്കണം. അപ്പം നമ്മൾ നല്ല വശം മീതെയാണ് വെക്കണം. എന്നിട്ട് ഇതിൽ 2 വശമുണ്ട്. ഇവിടെ കുഴിഞ്ഞ വശവും ഇവിടെ സ്ട്രെയിറ്റ് വശമാണ്. അപ്പം നമുക്ക് ഈ കുഴിഞ്ഞ ഭാഗം, അതായത് റൗണ്ട് ഭാഗം എടുത്ത് ഇതിലോട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഇവിടുത്തെ ഡൈ നിങ്ങൾക്കറിയാം ഇങ്ങനെ മുറുക്കി വെക്കണം. അകത്ത് സ്പ്രിങ് ഒക്കെ ഉള്ളതാണ്. ഇതിന് സ്പ്രിങ് ഒന്നുമില്ല. ഇത് വളരെ ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്നതാണ്. ഈ ഡൈ എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് കേട്ടോ, ഞാൻ ഇതുപോലത്തെ അന്വേഷിച്ചപ്പോൾ കിട്ടാനില്ല. ഇത് ഞാൻ പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അത് നല്ല ഒരു ഡൈ ആണ്, പക്ഷേ ഇതുപോലത്തെ നമുക്ക് കിട്ടാനില്ല. ഇനി നമുക്കിത് അടിക്കുന്നത് എങ്ങനെ നോക്കാം കേട്ടോ. ഇത് അടിക്കണം. നമ്മളിത് അങ്ങനെ ഇത് വെച്ചിട്ട് 2 അടി കൊടുത്താൽ മതി. 2-3 അടി കണ്ടോ. എന്നിട്ടിത് നമുക്കെടുത്ത് നല്ലൊരു ബട്ടണായി കണ്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ആദ്യം കെട്ടിയപ്പം ഫിനിഷിംഗ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് നല്ല ബട്ടണായി കണ്ടോ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ക്യാൻവാസ് ഇട്ട് അടിക്കാൻ. കട്ടി വേണമെങ്കിൽ ഒരുപാട് കട്ടിയായാൽ ഇതിനകത്ത് അടിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് അടപ്പ് നല്ല ഇറുവത്തില്ല. അപ്പം കറക്റ്റ് കട്ടിക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നെറ്റൊക്കെ ആണെങ്കിൽ നമ്മളൊരു ലൈനിങ് ഇട്ടിട്ട് ഒരു നെറ്റും കൂടെ വെച്ചിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്ത് അടിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ബട്ടണാണ്. നിങ്ങൾക്കിപ്പം ഡ്രസ്സിന് തന്നെ അതത് കളറിന് ചിലപ്പോൾ അതത് ബട്ടൺ കിട്ടിയെന്ന് വരില്ല. അപ്പം നമുക്ക് അതുപോലെ അതിനേക്കാളും നല്ല ഭംഗിയാണ് തുണിയിൽ അടിച്ച് വയ്ക്കുക. ഒരു പ്ലെയിൻ ടോപ്പൊക്കെ അടിച്ചിട്ട് അതേ കളറിലൊരു 3 ബട്ടണൊക്കെ വെച്ച് നല്ല കഴുത്തൊക്കെ നല്ല മോഡലിൽ അടിച്ചെടുത്താൽ നല്ലൊരു കുർത്തിയാണ്. വേറെ ഒരു കളറും വേണ്ട, ഒരു പൈപ്പിങ്ങോ വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ലൊരു അടിപൊളി ബട്ടണാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മറക്കരുത്. ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ചെറിയ ടിപ്സുകളുമായിട്ട് നമ്മളിനി അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും ബൈ. ഇതാണ് എൻ്റെ മെഷീൻ കേട്ടോ. മെഷീനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തരാം. ഇതാണ് ഫാബ്രിക് ബട്ടൺ മേക്കറൊക്കെ. ഇതിൻ്റെ ബട്ടണൊക്കെ നമുക്ക് പല സൈസിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഇതിപ്പോൾ 4 അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്നുകൂടെ അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 5 ബട്ടൺ അടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നൂലൊക്കെ വാങ്ങുന്ന കടയിൽ അടിച്ചു തരും, പക്ഷേ ക്യാഷ് കൊടുക്കണം. ഇത് നമുക്കൊരു മെഷീൻ ഉണ്ടെങ്കിൽ ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഈ ഒരു മെഷീൻ വാങ്ങിച്ച് വെച്ച് ഇതിൻ്റെ അത്യാവശ്യം ഈ 14ൻ്റെ ഒരു ഡൈയും വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് അത്യാവശ്യം തുണികളിൽ ബട്ടൺ അടിച്ചെടുക്കാം കേട്ടോ. ബൈ.